36 വർഷങ്ങൾക്ക് മുമ്പ് തെലുങ്കിൽ ഒരു സിനിമ റിലീസ് ചെയ്തു. ആ ഒരു സിനിമയിലൂടെ ഒരു പുതിയൊരു സംവിധായകനെ ഇന്ത്യൻ സിനിമാ ലോകത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ ഒരു സൂപ്പർ സ്റ്റാറിനെയും തെലുങ്ക് സിനിമയ്ക്ക് ലഭിച്ചു. ആ സിനിമയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ ഒരു ഉൾപ്രദേശത്തിൽ ജനിച്ച് എഞ്ചിനീയറിംഗ് ഒക്കെ ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരന് ഭയങ്കര സിനിമാ മോഹം തോന്നി. അങ്ങനെ അദ്ദേഹം അത് കഴിഞ്ഞൊരു വീഡിയോ കാസറ്റ് ലൈബ്രറി തുടങ്ങി. കുറച്ചു കാലം എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലിയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ സിനിമയോടുള്ള പാഷൻ കാരണം അദ്ദേഹം ഒരു വീഡിയോ കാസറ്റ് ലൈബ്രറി തുടങ്ങി. അങ്ങനെ കുറെ സിനിമകളൊക്കെ അദ്ദേഹത്തിന് കാണാൻ പറ്റി. അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടുത്തെ അന്നപൂർണ സ്റ്റുഡിയോസിലെ ഒരു സ്റ്റാഫായിരുന്നു. അവിടുത്തെ സൗണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്നായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടുത്തെ അന്നപൂർണ സ്റ്റുഡിയോസിന്റെ ഓണറായ നാഗേഷ് റാവു സാറിന്റെ മകൻ അക്കിനേനി വെങ്കടനായിട്ട് ഒരു സൗഹൃദം ഉണ്ടായത്. ഇത് ഒരു പരിചയം സ്ഥാപിച്ച് ഒരു കഥ പറയാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ അക്കിനേനി നാഗേഷ് റാവുവിന്റെ മറ്റൊരു മകനായ നാഗാർജുനനെ വെച്ച് ഒരു സിനിമ അദ്ദേഹത്തിന് ഓണാക്കാൻ പറ്റി. ആ ഒരു സിനിമയുടെ പേരാണ് ശിവ. ആ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് സിനിമാ മോഹം നടന്നിരുന്ന ആ ചെറുപ്പക്കാരൻ, ആ സംവിധായകനാണ് രാം ഗോപാൽ വർമ്മ. ശിവ എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കാൻ കുറെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. കാരണം രാം ഗോപാൽ വർമ്മയ്ക്ക് ഒരു വേറൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഒരു സിനിമയുടെ മറ്റ് എക്സ്പീരിയൻസുകളൊന്നുമില്ല. അദ്ദേഹം പിന്നീട് ഈ വീഡിയോ ലൈബ്രറിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന കുറെ സിനിമകളൊക്കെ കണ്ട് ഈ പറഞ്ഞ അന്നപൂർണ സ്റ്റുഡിയോസ് ഒക്കെ ആയിട്ട് ചില ബന്ധങ്ങളൊക്കെ ആയ ശേഷം 1-2 സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ചിന്തകളും അദ്ദേഹത്തിന്റെ എഴുത്തൊക്കെ ഒരു വേറെ തരത്തിലായിരുന്നു. അങ്ങനെ തെലുങ്ക് സിനിമ അതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കൺസെപ്റ്റും ഒരു ഫിലിം മേക്കിംഗ് ഒക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഈ സിനിമ ശരിക്ക് നാഗാർജുനയുടെ അടുത്ത് കഥ പറയുന്നതിന് മുമ്പ് മറ്റു ചില നിർമ്മാതാക്കളുടെ അടുത്തും അതുപോലെ തന്നെ സംവിധായകരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അങ്ങനെയാണ് പിന്നീട് ഈ പറഞ്ഞ അക്കിനേനി വെങ്കട് എന്ന് പറയുന്ന നാഗാർജുനയുടെ ചേട്ടന്റെ അടുത്ത് പറയണതും ആ ഒരു സിനിമ ഓണാവുന്നതും. ശരിക്കും ഇതിന് മുമ്പ് അദ്ദേഹം ഒരു ഹൊറർ സബ്ജക്ട് ഈ പറയുന്ന നാഗാർജുനയോട് ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ നാഗാർജുനയ്ക്ക് അന്ന് ആ ഒരു ഹൊറർ സബ്ജക്റ്റിനോട് അത്ര വലിയൊരു താല്പര്യം പ്രകടിപ്പിച്ചില്ല. നാഗാർജുന നമുക്കറിയാം ഒരു സിനിമ കുടുംബത്തിലാണ് ജനിക്കുന്നത്. നാഗാർജുനയുടെ പിറന്നാളോടനുബന്ധിച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തതിൽ നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടും സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പാഷനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹം ഹീറോ ആയിട്ട് വന്ന് ഒരു കുറച്ച് സിനിമകളൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ഈ പറയുന്ന ശിവ എന്ന് പറയുന്ന ഒരു കഥ രാം ഗോപാൽ വർമ്മ പറയുന്നത്. ഈ ഒരു സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു അതുവരെ തെലുങ്ക് സിനിമ നമുക്കറിയാം ഒരു ഭയങ്കര ഒരു മാസ് രീതിയിലാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ രാം ഗോപാൽ വർമ്മയുടെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലാണ്. കാരണം അദ്ദേഹം വളരെ ബഡ്ജറ്റ് കുറച്ചിട്ട് സിനിമകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈലും അതിന്റെ റോയാണ് കുറച്ചും കൂടി. കാരണം ഇപ്പൊ ഈ ശിവ എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് ഓണാവുന്ന ഒരു സമയത്ത് ഇവർക്ക് ഇത്ര വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കാരണം ഈ ഒരു സിനിമ ഇങ്ങനെ വലിയൊരു സക്സസ് ആവും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും അതിന്റെ പ്രൊഡ്യൂസേഴ്സിന് ഇല്ലായിരുന്നു. 75 ലക്ഷം രൂപ എന്തോ സിനിമയുടെ ബഡ്ജറ്റ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആ സിനിമയുടെ ഷൂട്ടിംഗ് തീർത്തു. ആ സിനിമ അന്ന് കോടികളാണ് തെലുങ്കിൽ നിന്ന് കളക്ട് ചെയ്തത്. അതില് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സിനിമയുടെ കഥ, സിനിമ നിങ്ങൾ ഒരുവിധം സിനിമ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ തലമുറയും, ഇപ്പൊ 36 വർഷമായി ആ ഒരു സിനിമ റിലീസ് ചെയ്തത്. 59 ഒക്ടോബറിലാണ് ആ സിനിമ റിലീസ് ചെയ്തത്. ആ ഒരു സിനിമ കാണാത്ത ചെറുപ്പക്കാരുണ്ടാവില്ല. ഇന്ന് സിനിമ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഫിലിം സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അവർക്കൊക്കെ ഈ ഒരു സിനിമ അവരുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ശിവ എന്ന് പറയുന്ന ഒരു സിനിമ. അതിൽ നമുക്ക് ഒരു കോളേജ്, ആ ഒരു കോളേജിൽ ഒരു പഠിക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരനായിട്ട് നാഗാർജുനയുടെ ക്യാരക്ടർ, ശിവ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അവിടെ ചെറിയ അവിടുത്തെ ഒരു JD എന്ന് പറയുന്ന ആ കോളേജിൽ തന്നെ ഒരു ഗുണ്ടയായ ഒരു സ്റ്റുഡന്റിനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നതും അങ്ങനെ പോകുന്ന ഒരു സാധനമാണ്. ഈ ക്യാമ്പസ് ആക്ഷൻ പടങ്ങളുടെ ഒരു ശരിക്കും തുടക്കം കുറിച്ച സിനിമയാണ് ശിവ. അതിനു മുമ്പ് അതുപോലത്തെ സിനിമകളോ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് സിനിമകളില്ല. കാരണം പിന്നീട് പല സംവിധായകര്, നമുക്ക് രാജമൗലിയെ പോലെയുള്ള സംവിധായകരൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തത് രാം ഗോപാൽ വർമ്മയുടെ ഫിലിം മേക്കിങ്ങും ശിവ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെയാണ്. രാജമൗലിയുടെ തന്നെ NTR വെച്ചിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ അതിലെ ചില ഫൈറ്റ് സീക്വൻസുകൾ ചെയ്യുമ്പോൾ എനിക്ക് റെഫറൻസ് ആയിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ഈ ശിവ എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ നായികയായിട്ട് അഭിനയിച്ചത് അമലയാണ്. പിന്നെ അതിലൊരു എടുത്തു പറയേണ്ടത് വില്ലൻ കഥാപാത്രം രഘുവരന്റെ കഥാപാത്രത്തിന്റെ പേര് ഭവാനി എന്നാണ്. JD ചക്രവർത്തി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് JD എന്നാണ്. JD എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ചെയ്ത ശേഷം അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് JD ചക്രവർത്തി എന്ന് പറയുന്ന ഒരു പേര് കൂട്ടിച്ചേർത്തതാണ്. ഈ ഒരു സിനിമ അന്ന് തമിഴിൽ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴിൽ ഉദയം എന്നായിരുന്നു തോന്നുന്നത് തമിഴിൽ ഡബ് ചെയ്ത അതിന്റെ പേര്. അത് തമിഴിലും വന്ന് 1-2 കോടി എന്ന് കളക്ട് ചെയ്ത സിനിമയാണ്.
ഹിന്ദിയിൽ ഇത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഹിന്ദിയിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്തു. അതിൽ നാഗാർജുനയും അമലയും രഘുവരനും ഒഴിച്ച് ബാക്കി ഒക്കെ ഹിന്ദി ആർട്ടിസ്റ്റുകളായിരുന്നു. ഹിന്ദിയിലും ആ സിനിമ വിജയമായിരുന്നു. ഈ ഒരു സിനിമയോട് കൂടിയാണ് നാഗാർജുനയും അമലയും തമ്മിലുള്ള ഒരു പ്രണയം തുടങ്ങുന്നതൊക്കെ. ഇതിനു ശേഷം ഹിന്ദി ഈ പറയുന്ന ശിവയുടെ ഹിന്ദി ചെയ്ത ശേഷം അമല പിന്നീട് മറ്റൊരു ഹിന്ദി സിനിമയൊന്നും ചെയ്തിട്ടില്ല. ഇത് കേട്ട അമല പിന്നെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം അമല നാഗാർജുനെ കല്യാണം കഴിച്ച് അഭിനയത്തിനൊരു ബ്രേക്ക് എടുത്തു. ഈ ഒരു സിനിമയുടെ മ്യൂസിക് ഇളയരാജയാണ്. ഇന്നും അതിലെ പാട്ടുകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വളരെ ഒരു എന്താ പറയാ, ഇളയരാജയുടെ എല്ലാ പാട്ടും അടിപൊളിയാണ്. ഇതിൽ വേറെ ഒരു ഫ്രഷ് ഫീലാണ് ആ പാട്ടുകൾക്കുള്ള. അന്നൊക്കെ ഇളയരാജയുടെ ഒരു പ്രതാപകാലം തന്നെയാണ്. അപ്പൊ തമിഴിലാണെങ്കിൽ ആ സമയത്ത് അഗ്നി നക്ഷത്രം പോലത്തെ സിനിമകൾ, നായകൻ പോലത്തെ സിനിമകളൊക്കെ ചെയ്തു നിൽക്കുന്നു. തെലുങ്കിൽ ചെയ്തു. അന്ന് ശരിക്കും സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സംഗീത സംവിധായകൻ ഇളയരാജ തന്നെയാണ്. അന്ന് ഒരു 10 ലക്ഷമൊക്കെയാണ്. അതായത് മലയാളത്തിലൊക്കെ അന്ന് ഒരു ടോപ്പ് സംഗീത സംവിധായകൻ 60,000 80,000 പ്രതിഫലം മേടിക്കുമ്പോൾ ഇളയരാജ അന്ന് 10 ലക്ഷമൊക്കെ പ്രതിഫലം വെച്ച സമയമാണ്. അപ്പോൾ രാംഗോപാൽ വർമ്മ ആദ്യം ശരിക്ക് അദ്ദേഹത്തിന്റെ മനസ്സിലന്ന് കീരവാണി ആയിരുന്നു. പക്ഷെ കീരവാണി അപ്രോച്ച് ചെയ്തപ്പോൾ കീരവാണി തന്നെയാണ് പറഞ്ഞത്, ഇത് നിങ്ങളൊരു പുതിയ സംവിധായകനാണ്, കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ, അപ്പൊ ഇളയരാജ തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇളയരാജനെ ഇതിൽ കൊണ്ടുവരുന്നതും. ഇളയരാജ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ബോട്ടണി എന്ന് പറയുന്ന ഒരു സോങ് ഒക്കെ ഉണ്ട്, അതിന്റെ ഒരു ക്യാമ്പസിലെ സോങ്, കുറെ സോങ്സ് ഉണ്ട്. ആ ബോട്ടണി എന്ന് പറഞ്ഞ സോങ് ഒക്കെ ഇന്നും എനിക്ക് തോന്നുന്നു പല റീൽസിലൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ ഇതിൽ ഒരു ഗുഹയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഗുഹയുടെ എക്സാക്ട് പേര് മറന്നുപോയി. ആ ഒരു ഗുഹയിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഫുള്ളല്ല, ഒരു സോങ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യുന്നത്, അതിന്റെ ഇന്റീരിയർ ഷൂട്ട് ചെയ്യുന്നത് അവിടെയാണ്. കാരണം രാംഗോപാൽ വർമ്മ കുറെ പരീക്ഷണങ്ങൾ നടത്തുന്ന സംവിധാനം നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹം ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. വളരെ ചെലവ് കുറഞ്ഞൊക്കെ സിനിമകൾ ചെയ്യുന്നവരാണ്. അദ്ദേഹത്തിന്റെ ക്യാമറ, അതായത് അദ്ദേഹത്തിന്റെ സിനിമയിലെ ക്യാമറ വർക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹവും ക്യാമറാമാൻമാരുമായിട്ട് വളരെ സിങ്കാണ്. അപ്പോൾ ആ ഒരു ശൈലി പിന്തുടർന്നാണ് പിന്നീട് ഒരുപാട് സംവിധായകർ ബോളിവുഡിലും തെലുങ്കിലും ഒക്കെ പിന്നീട് ഒരുപാട് സംവിധായകർ സിനിമ ചെയ്തിട്ടുള്ളത്. ഈ ശിവ എന്ന് പറയുന്ന സിനിമയുടെ കഥ പറയാൻ രാംഗോപാൽ വർമ്മ നാഗാർജുനയുടെ പോയപ്പോൾ ആദ്യം പറഞ്ഞൊരു ഹൊറർ സബ്ജക്റ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അന്ന് നാഗാർജുന അത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ആ സിനിമ പിന്നീട് രാംഗോപാൽ വർമ്മ തന്നെ രേവതീനെ സെൻട്രൽ ക്യാരക്ടറാക്കിയിട്ട് ചെയ്തിരുന്നു. രാത്രി എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അതിങ്ങനെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നല്ല, പക്ഷെ അതും അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു. തരക്കേടില്ലാതെ നിർമ്മാതാവിന് നഷ്ടം വരുത്താത്ത ഒരു സിനിമയായിരുന്നു അത്. ഇപ്പൊ ഇതില് കഥാപാത്രങ്ങളുടെ പേര് ഞാൻ പറഞ്ഞു. ഇപ്പൊ ശിവ, അതുപോലെ തന്നെ വില്ലന്റെ ഭവാനി, JD ചക്രവർത്തിയുടെ JD എന്നൊക്കെയാണ്. ഈ ക്യാരക്ടേഴ്സിന്റെ പേരുകൾ നമ്മൾ ഈ അടുത്തും കണ്ടിട്ടുണ്ട്. മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതില് ഹീറോ ആയ വിജയുടെ ക്യാരക്ടറുടെ പേര് JD എന്നും വിജയ് സേതുപതി ചെയ്ത വില്ലൻ ക്യാരക്ടറിന്റെ പേര് ഭവാനി എന്നാണ്. അത് എനിക്ക് തോന്നുന്നു ലോകേഷ് ചിലപ്പോൾ രാംഗോപാൽ വർമ്മയോടുള്ള ഒരു ആരാധനയും അല്ലെങ്കിൽ ഒരു ശിവ എന്ന് പറയുന്ന ഒരു സിനിമയോടുള്ള ആരാധനയുടെ പുറത്തൊക്കെ ചെയ്തതായിരിക്കാം. ഒരുപാട് പേര് ഇപ്പൊ ഇന്നത്തെ ജനറേഷനിലെ ഒരുപാട് നടന്മാർക്കും സംവിധായകർക്കും ഒക്കെ ഈ രാംഗോപാൽ വർമ്മയും അതുപോലെ തന്നെ ശിവ എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ അവർക്ക് വളരെ ഫേവറേറ്റ് ആണ്. കാരണം കാർത്തി പറഞ്ഞിട്ടുണ്ട്, കാർത്തി നാഗാർജുനയുടെ വലിയ ഫാനാണ്. അതിൽ ശിവ എന്ന് പറയുന്ന ഒരു സിനിമ നാഗാർജുനയായിട്ട് പിന്നീട് കാർത്തി സിനിമ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ സിനിമ ചെയ്യാൻ വന്ന സമയത്തൊക്കെ അതിന്റെ ലോഞ്ചിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ശിവ എന്ന് പറയുന്ന സിനിമയുടെ വലിയ ഫാനാണ്. ഇതുപോലെ ഗണേഷ് വെങ്കടരാം എന്ന് പറയുന്ന ഒരു നടനുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു സൈക്കിൾ ചെയിൻ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. അന്ന് അതൊക്കെ ഒരു ഭയങ്കര ട്രെൻഡ് ആയിരുന്നു. അന്നൊന്നും സിനിമകൾ അധികം കണ്ടിട്ടില്ല അങ്ങനത്തെ ഫൈറ്റ് ഒക്കെ. അതെനിക്ക് തോന്നുന്നു രാംഗോപാൽ വർമ്മ തന്നെയാണ് ആ ഫൈറ്റിനൊക്കെ കൊറിയോഗ്രാഫി ചെയ്തത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഫുൾ വിഷ്വൽസ് ഉണ്ട്. അതായത് ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫി വരെ അദ്ദേഹം സംവിധായകരൊന്നും അത് അങ്ങനത്തെ ഒരു ട്രെൻഡ് കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ രാംഗോപാൽ വർമ്മയുടെ മനസ്സിൽ ആ ഒരു ഫൈറ്റിൽ വരേണ്ട എല്ലാ സ്റ്റെപ്പും അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അപ്പൊ ആ ഒരു സൈക്കിൾ ചെയിൻ ഗണേഷ് വെങ്കടരാമൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ സൈക്കിൾ ചെയിൻ ഊരി കൊണ്ടുവന്നിട്ടുള്ള അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഹരമായിരുന്നു അന്നത്തെ ചെറുപ്പക്കാർക്കൊക്കെ. ആ സൈക്കിൾ ചെയിൻ എനിക്ക് തോന്നുന്നു പിന്നീട് JD ചക്രവർത്തിയുടെ കയ്യിലാണ്, അദ്ദേഹം അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ അവിടെ വായിച്ചിട്ടുണ്ട്. ഗോപാല റെഡ്ഡി എന്ന് പറയുന്ന ഒരു ക്യാമറാമാനാണ് ഈ ഒരു സിനിമാറ്റോഗ്രാഫി ചെയ്തത്. അന്ന് തെലുങ്ക് സിനിമകളൊക്കെ അധികം പരിചിതമല്ലാത്ത ഒന്നായിരുന്നു സ്റ്റഡി ക്യാം. അപ്പോൾ ഇതിനു വേണ്ടി മദ്രാസ് നിന്നൊക്കെ സ്റ്റഡി ക്യാം ഒക്കെ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു സിനിമയിൽ യൂസ് ചെയ്തത്. അന്ന് സ്റ്റഡി ക്യാം ഓപ്പറേറ്റ് ചെയ്യാൻ വന്ന ഒരു ടീമിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു പിന്നീട് പ്രശസ്ത ക്യാമറമാനും സംവിധായകനും ഇപ്പോൾ നടനും ഒക്കെ എതിർന്ന രാജീവ് മേനോൻ. ഈ ഒരു സിനിമ കാണുന്ന എല്ലാവർക്കും അറിയാം. ഇതിൽ അമലയുടെ ആ ഒരു സൗണ്ട്, അമലയ്ക്ക് ഇതിൽ ഡബ് ചെയ്തിരിക്കുന്നത് രോഹിണിയാണ്. രോഹിണി ഇന്ന് നമുക്കറിയാം ഒരുപാട് നായകന്മാർക്ക് രോഹിണി ഡബ് ചെയ്താണ്, ഒരുപാട് അവാർഡ്സും രോഹിണിക്ക് കിട്ടിയിട്ടുണ്ട് ഡബിങ് ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട്. അന്ന് രോഹിണി അതൊന്നും അങ്ങനെ തുടങ്ങിയിട്ടില്ല, അധികം ഡബിങ് ഒന്നും അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുള്ള ഒരു സമയമല്ല. പക്ഷെ രോഹിണി ഈ സിനിമയിൽ വേണ്ടി അമലയ്ക്ക് വേണ്ടി രാംഗോപാൽ വർമ്മ രോഹിണി അപ്രോച്ച് ചെയ്തപ്പോൾ ആദ്യം രോഹിണിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ രാംഗോപാൽ വർമ്മ ചെയ്തു വെച്ച ചില ഫുട്ടേജസ് കണ്ടു കഴിഞ്ഞപ്പോൾ രോഹിണി വളരെ ഇമ്പോസ്റ്റ് ആയിട്ടാണ് രോഹിണി പറഞ്ഞത് ഞാൻ തന്നെ ഡബ് ചെയ്യാം എന്നുകൊണ്ടാണ് രോഹിണി
ഡബ് ചെയ്തത്. അതുപോലെ തന്നെ അമലേനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ട് പോയ സമയത്ത് അമല പറയുന്നത് അതുവരെ ഇതുപോലെ ഒന്നും എനിക്ക് സ്ക്രിപ്റ്റ് ആരും പറഞ്ഞു തന്നിട്ടില്ല. അമല ഓർമ്മ ഷോർട്ട് ബൈ ഷോർട്ടാണ് അമലയ്ക്ക് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അമല പിന്നീടും അഭിനയം നിർത്തിയ ശേഷം ഒരുപാട് ഇന്റർവ്യൂസിൽ അമല എപ്പോഴും അഭിനയിച്ച സിനിമകളെ കുറിച്ച് പറയുമ്പോൾ അതിലെപ്പോഴും ഒരു ടോപ്പ് 3 എടുത്തു കഴിഞ്ഞാൽ അതിലെപ്പോഴും ശിവ ഉണ്ടാവും. ഈ ഒരു ശിവ പിന്നീട് ഒരുപാട് തവണ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഈ അടുത്ത് കൂലി ഒരു സിനിമയൊക്കെ ഇറങ്ങിയ ശേഷം അല്ലെങ്കിൽ അതിന്റെ ഒരു സമയത്തൊക്കെ നാഗാർജുന വീണ്ടും 4K വീണ്ടും റിലീസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് ഉറപ്പാണ് ആ സിനിമ വീണ്ടും ഇറങ്ങിക്കഴിഞ്ഞാലും എന്തായാലും അതൊരു ഒരു 80s കോളേജിലൊക്കെ പഠിച്ചിരുന്നവരായി അവർക്കൊക്കെ ഇപ്പോഴും ഭയങ്കര ഹരമാണ്. കാരണം അവരൊക്കെ 80s കോളേജിൽ പഠിച്ചിരുന്നവരൊക്കെ ചിലപ്പോൾ ഇന്നൊരു 50 വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷെ അവരൊക്കെ എന്തായാലും അവർക്കൊക്കെ ഭയങ്കര ഹരമാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ ഷോലെ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നമ്മൾ ഒരിക്കലും പറഞ്ഞു. ഷോലെ 70s ഇറങ്ങിയതാണ്. അന്ന് കോളേജിൽ പഠിച്ചിരുന്നവരൊക്കെ ഷോലെ എത്ര തവണ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ കേരളത്തിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ എറണാകുളത്ത് ലുലുമാളിലൊക്കെ അന്ന് ഫുള്ളായിരിക്കും. അത് ആ ഒരു ഓഡിയൻസ് ഉണ്ടാവും അതിന്. അതേപോലെ തന്നെയാണ് ഈ ശിവ എന്ന് പറയുന്ന ഒരു സിനിമ. ഈ ശിവനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി 25 വർഷങ്ങൾക്ക് ശേഷം ശിവ റിലീസ് ചെയ്ത് 25 വർഷങ്ങൾക്ക് ശേഷം ശിവനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി രാമോൽ ഓർമ്മ ചെയ്തിരുന്നു. ഇതിലുമായി ബന്ധപ്പെട്ട എല്ലാവരും അതിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ നാഗാർജുനയ്ക്കൊരു ആഗ്രഹം നാഗാർജുന പറഞ്ഞിട്ടുണ്ട്. അതായത് അതിലെ കഥാപാത്രം നാഗാർജുനയുടെ കഥാപാത്രം ശിവ അമലനെ കല്യാണം കഴിച്ചൊക്കെ ഒരു ലൈഫാണ്. അപ്പൊ അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞു ഇവരുടെ പ്രസന്റ് ലൈഫ് കാണിക്കണം. അപ്പൊ നാഗാർജുനയുടെ മക്കളായ നാഗചൈതന്യനെയും അഖിലക്കിനെയും ഒക്കെ വെച്ച് അഭിനയിക്കാൻ അവരെയൊക്കെ ഉൾപ്പെടുത്തി ഇവർ 4 പേരെയും ഒരു ഫാമിലിയായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഒരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ രാമോൽ വർമ്മയുടെ അടുത്ത് ഡിസ്കഷനൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് സംഭവിച്ചില്ല. രാമോൽ വർമ്മ ഇതിന് ശേഷം ഇത് റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹിന്ദിയിൽ 2007 ഒരു വേറൊരു നടനെ വെച്ച് ചെയ്ത. പക്ഷെ അത് അത്ര വലിയ ക്ലിക്കായില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ശിവ എന്ന് പറയുന്ന സിനിമ ഇന്നും ഫ്രഷാണ്. കാരണം അതിലെ ഫൈറ്റ് ആയിക്കോട്ടെ, അതിന്റെ സോങ്സ് ആയിക്കോട്ടെ, അതിലെ ഒരു മാസ് സീൻസ് ആയിക്കോട്ടെ, രഘുവരന്റെ സീൻസ്, അങ്ങനെ ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു സിനിമയോ ലൗഡായിട്ടുള്ള സീൻസോ ഡയലോഗ്സോ ഒന്നുമല്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കൈയടിക്കുന്നത് കോരിത്തിരിപ്പിക്കുന്ന സീൻസ് ഒക്കെയാണ്. ഇത് ഇപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് കാണണം. എന്തായാലും കണ്ടവർ നിങ്ങളുടെ മെമ്മറീസ് നമ്മളോട് ഷെയർ ചെയ്യുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എല്ലാവരും റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുക.